Hello everyone, good morning to all. I am Gopika. എൻ്റെ സെമിനാർ ടോപ്പിക് കമ്പ്യൂട്ടേഷൻ ഓഫ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ആണ്. സോ നമുക്കറിയാം എന്താണ് അഗ്രികൾച്ചർ ഇൻകം എന്നുള്ളത്. മെജോറിറ്റി ഓഫ് അഗ്രികൾച്ചർ ഇൻകംസും നമ്മൾ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ടാക്സ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ബട്ട് എങ്കിൽ പോലും ചില ഐറ്റംസ് നമ്മൾ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും, ദാറ്റ് ഈസ് ടാക്സബിൾ ആണെന്നാണ് അതിനർത്ഥം. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് പ്ലാനിങ് ഫോർ ടീ, കോഫി ഓർ റബ്ബർ ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ തിയറി പോർഷനാണ്. കമ്പ്യൂട്ടേഷൻ ഓഫ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ തിയറി പോർഷനാണ് ഞാനിവിടെ കവർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് ദി എലമെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ്. ഓക്കെ, അതായത് സച്ച് ഇൻകം മേ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ദി എലമെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ബിസിനസ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ? സോ ഇങ്ങനെ നമുക്ക് വരുന്ന ഈ ഒരു നോൺ അഗ്രികൾച്ചർ പാർട്ട് ഓഫ് ദി ഇൻകം ടാക്സബിൾ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുന്നത്. സോ ഇൻ ദി കേസ് ഓഫ് ടീ, റബ്ബർ ഓർ കോഫി എങ്ങനെയാണ് അതിൻ്റെ ടാക്സേഷൻ വരിക? ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് റബ്ബർ. ഇൻ ദി കേസ് ഓഫ് റബ്ബർ ആണ് എന്നുണ്ടെങ്കിൽ അതിൽ 65% നമ്മൾ എക്സംപ്റ്റ് ചെയ്യും, ദാറ്റ് ഈസ് അത് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ആൻഡ് റിമൈനിങ് പോർഷൻ ദാറ്റ് ഈസ് 35% നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട്, അല്ലെങ്കിൽ അത് ടാക്സബിൾ ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ദെൻ സെക്കൻഡ് കേസ്, ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫി. ഇനി കോഫി, ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് കോഫിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ അതിൽ 2 കേസസ് ഉണ്ട്. ഇൻകം ഡിറൈവഡ് ഫ്രം ദി സെയിൽ ഓഫ് കോഫി ഗ്രോൺ ആൻഡ് ക്യൂർഡ്. ഓക്കെ, ഓൺലി ക്യൂർഡ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ മാത്രമേ ആ ഒരു കോഫി കടന്നു പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 65% നമ്മൾ അഗ്രികൾച്ചർ ഇൻകം ആയിട്ടും, ദാറ്റ് ഈസ് അത് എക്സംപ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള 25% നമ്മൾ ടാക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, then second case, income derived from the sale of coffee grown, cured, roasted and grounded. ഓക്കെ, ഇനി പറയുന്ന ആ ഒരു കോഫി എന്ന് പറയുന്നത് ക്യൂർ ചെയ്യുകയും റോസ്റ്റ് ചെയ്യുകയും ഗ്രൈൻഡിങ് ഇത്തരം പ്രോസസ്സിങ്ങിലൂടെ അത് പോയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ 60% എക്സംപ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ള 40% ബിസിനസ് ഇൻകം ആയിട്ട്, ദാറ്റ് ഈസ് ടാക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ടാക്സബിൾ ആണ്, ടാക്സബിൾ പോർഷൻ ആയിട്ടാണ് നമ്മളത് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഇൻകം ഫ്രം ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ. ഇനി ടീയുടെ കേസിലാണെങ്കിലോ 60% എക്സംപ്റ്റും ബാക്കിയുള്ള 40% ടാക്സബിൾ പോർഷനാണ്. ഓക്കെ, ക്ലിയർ? ഇതാണ് റബ്ബറുടെയും കോഫിയുടെയും ടീയുടെയും ടാക്സേഷൻ എന്ന് പറയുന്നത്. ദെൻ സബ്സിഡി ഫ്രം ടീ ബോർഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 13 പ്രകാരം ടീ ബോർഡിൽ നിന്നും ആ ഒരു അസസിക്ക് ലഭിക്കുന്ന സബ്സിഡിനെ കുറിച്ചാണ് നമ്മളിങ്ങനെ നോക്കുന്നത്. അസസി എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേം ആവാം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആവാം, ഒരു ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആവാം. ഓക്കെ, സോ ഇത്തരം ഒരു എക്സംഷൻ അസസിക്ക് കിട്ടണമെങ്കിൽ ദി അസസി ക്യാരിയിങ് ഓൺ ദി ബിസിനസ് ഓഫ് ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ഇൻ ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഇന്ത്യക്കകത്ത് ടീ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ടീ ആ ഒരു ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന അസസിക്ക് മാത്രമേ ഇത്തരം ഒരു സബ്സിഡി റിസീവ് ചെയ്യാനായിട്ട് സാധിക്കൂ. സോ ഈ ഒരു സബ്സിഡി റിസീവ് ചെയ്യണമെങ്കിൽ ആ ഒരു കൺസേൺ ബോർഡിൻ്റെ കീഴിൽ, ഓക്കെ, ആ ഒരു കൺസേൺ ബോർഡിൽ നിന്നും ഫോർ ദി പർപ്പസ് ഓഫ് റീപ്ലാന്റേഷൻ ഓർ റീപ്ലേസ്മെൻറ്റ് ഓർ കൺസോളിഡേഷൻ ഓഫ് ഏരിയാസ് പോലുള്ള ഇത്തരം പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്കീം പ്രകാരം അതിന് കീഴിൽ ആ ഒരു സ്കീമിന് കീഴിൽ ടീ ബോർഡിൽ നിന്നും അസസിക്ക് ഇത്തരം ഒരു സബ്സിഡി റിസീവ് ചെയ്യാവുന്നതാണ്. സോ ഫോർ ഗെറ്റിംഗ് ദിസ് എക്സംഷൻ അസസി ഓക്കെ, ദാറ്റ് ഈസ് അസസിങ് ഓഫീസർക്ക് പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയ ആ സബ്സിഡിയുടെ അമൗണ്ട് കാണിക്കും വിധത്തിൽ ഒരു ഗുഡ് ഫോമിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ഫോം നമ്മൾ അസസിങ് ഓഫീസർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഇത്തരം കൺസേൺ ബോർഡിൽ നിന്നും ഫോർ ദി പർപ്പസ് ഓഫ് റീപ്ലാന്റേഷൻ ഓർ റീപ്ലേസ്മെൻറ്റ് ഓഫ് റബ്ബർ, കോഫി, ടീ ഫോർ എനി അതർ സ്കീം ഇങ്ങനെ നമ്മൾ അമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇറ്റ് വിൽ ബി ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, നമുക്കത് എക്സംപ്റ്റഡ് ആണ്, നമുക്ക് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് അമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടാണ്. ഓക്കെ, നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടുണ്ട്, ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ സെക്ഷൻ 33AB പ്രകാരം ഇത്തരം ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഡിഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. So, an assessee engaged in growing and manufacturing of tea or coffee or rubber in India is eligible for claiming deduction under section 33AB. Okay. So, for claiming this deduction, assessee താഴെ പറയുന്ന ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് അക്കൗണ്ടിൽ അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാവാം? ഡെപ്പോസിറ്റ് ആൻഡ് അമൗണ്ട് ഇൻ സ്പെഷ്യൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ വിത്ത് നാഷണൽ ബാങ്ക്, ദാറ്റ് ഈസ് നാഷണൽ ബാങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബാർഡാണ്. സോ നബാർഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഓക്കെ, അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. വിത്തിൻ ദി ടൈം പീരീഡ് നമുക്ക് ആ ഒരു അമൗണ്ട് ഇത്തരം സ്പെസിഫൈഡ് അക്കൗണ്ട്സിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്.
എങ്കിൽ മാത്രമേ ഈ ഒരു ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ദെൻ ആ ഒരു ടൈം പീരീഡാണ്, മീൻസ് ഏത് ടൈമിനുള്ളിൽ നമ്മളത് ചെയ്യണമല്ലേ, ഏത് സമയപരിധിക്കുള്ളിലാണ് നമ്മൾ ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ദി എമൗണ്ട് ഈസ് ടു ബി ഡെപ്പോസിറ്റഡ് വിത്തിൻ ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. ഈ താഴെ പറയുന്ന പോയിൻറ്റ്സിൽ ഏതാണോ ഫസ്റ്റ് വരുന്നത് അതിന് മുൻപാകെ കൊണ്ട് നമ്മൾ ആ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് 6 months ഫ്രം ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൻ്റെ എൻഡ് മുതൽ പിന്നീട് വരുന്ന ആ ഒരു 6 months കഴിയുന്നതിന് മുമ്പാകെ കൊണ്ട് ഒന്നില്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് ഓഫ് ദി ഇൻകം ടാക്സ് റിട്ടേൺ. ഓക്കെ, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പാകെ, വിച്ച് എവർ ഈസ് ഏർലിയർ ഏതാണ് അതിന് മുമ്പാകെ കൊണ്ട് നമുക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഈ ഒരു സെക്ഷൻ 33AB പ്രകാരം നമുക്ക് SSCക്ക് എമൗണ്ട് ഡിഡക്ഷന് വേണ്ടി നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുമെന്ന് പറയും. സോ ഹൗ മച്ച്, എത്രയാണ് എമൗണ്ട്? ആ ഒരു എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നിലെ ദി എമൗണ്ട് ഡെപ്പോസിറ്റഡ്. ഓക്കെ, നമ്മൾ ആ ഒരു സ്പെസിഫൈഡ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അഗ്രിഗേറ്റ് എമൗണ്ട്, അല്ലെങ്കിൽ 40% ഓഫ് പ്രോഫിറ്റ് കമ്പ്യൂട്ടഡ് അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, സോ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ ബിഫോർ ഡിഡക്ഷനാണ് കേട്ടോ. ഡിഡക്ഷൻ കൊടുക്കുന്നതിന് മുമ്പാകെ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ്സിൻ്റെ 40%, വിച്ച് എവർ ഈസ് ലെസ് ഏതാണോ ആ ഒരു എമൗണ്ടാണ് SSCക്ക് ഡിഡക്റ്റബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, then the amount deposited in a special account or deposit account can be withdrawn under the following circumstances only. ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ താഴെ പറയുന്ന കേസസിൽ മാത്രമേ SSCക്ക് വിഡ്രോൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് വൺ, ഫോർ ദി പേർപ്പസ് ആസ് സ്പെസിഫൈഡ് ഇൻ ദി സ്കീമിൽ പറഞ്ഞിട്ടുള്ള പേർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത്. ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് വിഡ്രോൺ ചെയ്യാം. ഓർ ഓൺ ദി ക്ലോഷർ ഓഫ് ദി ബിസിനസ്, അല്ലെങ്കിൽ ബിസിനസ് അടച്ചു പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ദി ഡെത്ത് ഓഫ് ദി SSC, അല്ലെങ്കിൽ SSCയുടെ ഡെത്ത്, ഓർ ഡിസൊല്യൂഷൻ ഓഫ് എ ഫേം ഓർ ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി, ഓർ ഓൺ ദി പാർട്ടീഷൻ ഓഫ് ദി HUF. ഓക്കെ, ഈ കേസസിൽ മാത്രമേ നമുക്ക് വിഡ്രോൺ ചെയ്യാനായിട്ട് പറ്റൂ. ദെൻ അണ്ടർ ദി ഫോളോയിങ് കേസസ് എനി എമൗണ്ട് വിഡ്രോൺ ഫ്രം ദ ഡെപ്പോസിറ്റ് or special account will be charged to income tax under the head profits and gains of business or profession. ഓക്കെ, ഇനി പറയുന്ന കേസസ്, അല്ലെങ്കിൽ അതായത് നമ്മൾ ഇങ്ങനെ വിഡ്രോൺ ചെയ്തിട്ടുള്ള എമൗണ്ട് ഈ പറയുന്ന കേസസിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ അണ്ടറിൽ ചാർജ് ടു ഇൻകം ടാക്സ്. ഓക്കെ, അത് ടാക്സബിൾ ആണ്. അത് ഏതൊക്കെയാണ് കേസ്? The deposit amount is utilized for the purchase of plant and machinery which is installed in office or residential accommodation. ഓക്കെ, ഈ ഒരു പേർപ്പസിന് വേണ്ടി നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സ്ക്ലൂഡിങ് ദി കമ്പ്യൂട്ടേഴ്സ് മറ്റ് ഒഫീഷ്യൽ അപ്ലയൻസസിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്, ദാറ്റ് ഈസ് ബിസിനസ്, മാനുഫാക്ചർ, കൺസ്ട്രക്ഷൻ ഓർ പ്രൊഡക്ഷൻ പേർപ്പസിന് വേണ്ടി വല്ല പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ ഇത്തരം കേസസിനാണ് ആ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടാക്സബിൾ. ഓക്കെ, ദെൻ ഇങ്ങനെ നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള അസറ്റ് നമുക്ക് സെയിൽ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ, വിത്തിൻ ദി എങ്ങനെയായിരിക്കണം? ബിഫോർ ദ എക്സ്പയറി ഓഫ് 8 years ഫ്രം ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, ആ ഒരു പരിധിക്കുള്ളിൽ നമുക്ക് ഈ ഒരു അക്വയർ ചെയ്തിട്ടുള്ള അസറ്റ് സെയിൽ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം. ഈ ഒരു കേസും ടാക്സബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്ന അസറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ മറ്റ് ലോക്കൽ അതോറിറ്റി, കോർപ്പറേഷനോ ഓർ ഗവൺമെൻറ് കമ്പനിക്കോ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. മീൻസ് ടാക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓർ അല്ലെങ്കിൽ കമ്പനിയുടെ ദാറ്റ് ഈസ് സക്സഷൻ ഓഫ് എ ഫേം. ഓക്കെ, ആ ഒരു കണ്ടിന്യൂഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അസറ്റ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ എന്നുണ്ടെങ്കിൽ ഈ ഒരു 2 കേസസിൽ മാത്രം, ഈ ഒരു കേസിലാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് എക്സംപ്റ്റഡും, ബാക്കിയുള്ള കേസസിലാവുമ്പോൾ അത് ടാക്സബിളുമാണ്. ഓക്കെ, ദെൻ ഇനി ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB വരുന്ന മറ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. അതായത് ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB ഈസ് അവൈലബിൾ ഓൺലി ഇഫ് ദി അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ ദി പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് ബിഫോർ ദി സ്പെസിഫൈഡ് ഡേറ്റ്. ഓക്കെ, ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ട് വെച്ച് അക്കൗണ്ടൻറ്റിനെ വെച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ട്സ് എല്ലാതും ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വിത്തിൻ ദി സ്പെസിഫൈഡ് ഡേറ്റ്. ഓക്കെ, ദെൻ SSC ആ ഒരു ഓഡിറ്റഡ് അക്കൗണ്ട്സിൻ്റെ റിപ്പോർട്ടും സബ്മിറ്റ് ചെയ്യണം. ദെൻ ഈ ഒരു എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് ഫോർ ദി പേർപ്പസ്, ആ ഒരു സ്കീമിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് പേർപ്പസിന് വേണ്ടി മാത്രമേ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റൂ. ഓക്കെ, സോ ഇതാണ് അതിൽ വരുന്ന മറ്റ് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, സോ ഇതാണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33AB പ്രകാരം നമുക്ക് പറയാനുള്ളത്. ആ ഒരു ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അമൗണ്ടിൽ നിന്ന് നമുക്ക് ആ ഒരു അസസിക്ക് കിട്ടുന്ന ഡിഡക്ഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദെൻ അടുത്തതാണ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33ABA അല്ലെങ്കിൽ സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്ന് പറയും. ഈ ഒരു സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഇഫ് അസസി പ്രോസ്പെക്റ്റിംഗ് എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഈ ഒരു ബിസിനസ്സാണ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ടിന്മേൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ അസസി ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് പ്രോസ്പെക്റ്റിംഗ് എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ഇൻ ഇന്ത്യ, അവർക്ക് എന്താണ്, ഹി വിൽ ബി എലിജിബിൾ ഫോർ ക്ലെയിമിങ് ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 33ABA. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ അസസി ഈ പറയുന്ന സ്പെസിഫൈഡ് അക്കൗണ്ടിൽ അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് അക്കൗണ്ട്സ്? ഒന്നിലെ സ്പെഷ്യൽ അക്കൗണ്ടിലോ അല്ലെങ്കിൽ സൈറ്റ് റീസ്റ്റോറേഷൻ അക്കൗണ്ടിലോ അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ഡെപ്പോസിറ്റ് ചെയ്യുന്ന അമൗണ്ട് ബിഫോർ ദി എൻഡ് ഓഫ് ദി റെസ്പെക്റ്റീവ് പ്രീവിയസ് ഇയർ, ഓക്കെ, ആ ഒരു പ്രീവിയസ് ഇയറുടെ പ്രീവിയസ് ഇയർ കഴിയുന്നതിന് മുമ്പാകെ കൊണ്ട് തന്നെ ആ ഒരു അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കണം. ആൻഡ് ഓൺലി ഈ ഒരു അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അമൗണ്ട് ആ ഒരു സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് വിഡ്രോൺ ചെയ്യാനായിട്ട് പറ്റൂ. നമ്മൾ മുൻപ് ഒരു 5-6 കേസസ് പറഞ്ഞിരുന്നു. ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് അവിടെ ആ സെക്ഷൻ 33AB പ്രകാരം നമുക്ക് വിഡ്രോൺ ചെയ്യാൻ സാധിക്കൂ. പക്ഷേ സെക്ഷൻ 33ABA പ്രകാരം ആ ഒരു സ്കീമിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫൈഡ് പർപ്പസിന് വേണ്ടി മാത്രമേ നമുക്ക് അമൗണ്ട് വിഡ്രോൺ ചെയ്യാനായിട്ട് പറ്റൂ. ദെൻ ഹൗ മച്ച്, എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്രയാണ് നമുക്ക് കിട്ടുക? ഒന്നില്ലേ the amount deposited under special account or site restoration account. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ ഒരു അക്കൗണ്ടിൽ സ്പെസിഫൈഡ് അക്കൗണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു അഗ്രഗേറ്റ് അമൗണ്ട് ഓർ 20% ഓഫ് ദി പ്രോഫിറ്റ് ചാർജബിൾ അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അല്ലെങ്കിൽ ഡിഡക്ഷനൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആ ഒരു ഹെഡിൽ വരുന്ന പ്രോഫിറ്റിൻ്റെ 20% വിച്ച് എവർ ഈസ് ലെസ് ഏതാണോ ആ ഒരു എമൗണ്ടാണ് നമുക്ക് ഡിഡക്റ്റബിളായിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വിഡ്രോൺ ചെയ്യുന്ന അമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആണ് കേട്ടോ. സോ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വിഡ്രോൺ ചെയ്യുന്ന അമൗണ്ട് താഴെ പറയുന്ന പർപ്പസിനായിട്ടാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ടാക്സബിൾ ആണ്. എന്തൊക്കെയാണ് പർപ്പസ്? ദ അമൗണ്ട് വിഡ്രോൺ ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ പർച്ചേസ് ഓഫ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ്? ഇൻസ്റ്റാളേഷൻ ഓഫ് പ്ലാന്റ് ഓർ മെഷീനറി ഇൻ ഓഫീസ് പ്രൊമൈസസ് ഓർ ഓഫീസ് അപ്ലയൻസസ്, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാന്റ് ഓർ മെഷീനറി ഫോർ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് എന്തൊക്കെയാണ്? ബിസിനസ്, മാനുഫാക്ചർ, പ്രൊഡക്ഷൻ, കൺസ്ട്രക്ഷൻ എക്സെട്ര. ഓക്കെ, സോ അതുപോലെ തന്നെ ഇങ്ങനെ അക്വയർ ചെയ്തിട്ടുള്ള അസറ്റ് നമുക്ക് സെയിൽ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യാം ബിഫോർ ദി എക്സ്പയറി ഓഫ് 8 years ഫ്രം ദി എൻഡ് ഓഫ് ദി പ്രീവിയസ് ഇയർ. ഓക്കെ, എക്സംഷൻ എങ്ങനെയാണ്? ഗവൺമെൻറ്റിനോ ലോക്കൽ അതോറിറ്റിക്കോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് കമ്പനി ഓർ കോർപ്പറേഷൻസിനോ ഇവർക്കാണ് നമ്മൾ ആ ഒരു അസറ്റ് സെയിൽ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ കണ്ടിന്യൂഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് സെയിൽ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 കേസസിൽ മാത്രം, ഇതൊഴികെ ബാക്കിയുള്ളത് നമ്മൾ ടാക്സിബിളാണ്. മീൻസ് ഓക്കെ, അതായത് ഈ ഒരു കേസിലൊഴികെ ഈ 2 കേസിനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിബിൾ അല്ല, മറ്റെല്ലാ പർപ്പസിനും അത് ടാക്സിബിൾ ആണ് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് പാർട്ട്ലി അഗ്രികൾച്ചർ ഇൻകമാണ്. അതിൽ ടീ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സബ്സിഡി, ദെൻ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അസസിക്ക് കിട്ടുന്ന ഡിഡക്ഷനും, അതുപോലെ തന്നെ സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷനുമാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. സോ ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു ഫ്രണ്ട്സ്.